വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തെ സന്ദർശിച്ച് പ്രിയങ്ക ഗാന്ധി MP, KPCC അധ്യക്ഷൻ K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശനും കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിച്ചു. കണിയാരത്ത് വെച്ച് പ്രിയങ്ക ഗാന്ധിക്ക് നേരെ CPIM പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ NM വിജയന്റെ വീട് സന്ദർശിക്കുകയാണ്. KC വേണുഗോപാൽ, T. സിദ്ദിഖ് ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രിയങ്കയ്ക്ക് ഒപ്പമുണ്ട്. ദീപക് മലയമ്മയും സിനോജ് തോമസുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം ദീപക് മലയമ്മയിലേക്ക്. ദീപക്, ഏറെ പ്രധാനപ്പെട്ട കാര്യം, DCC ട്രഷററായിരുന്ന NM വിജയന്റെ കുടുംബവുമായി പ്രിയങ്ക ഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്നു, അല്ലെങ്കിൽ അവരെ കണ്ടാശ്വസിപ്പിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, പാർട്ടി നേതാക്കൾക്കെതിരെ വരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ സമയത്ത് തന്നെ അവർ തന്നെ പരാതി ഉന്നയിച്ചതാണ്. എന്നാൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നാണ് KPCC അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിച്ചപ്പോൾ പറയുകയും ചെയ്തത്. ദീപക് മലയമ്മയിലേക്ക് നമുക്ക് എത്തണം. സിനോജ് തോമസ് ഉണ്ട്. സിനോജ്, രാധയുടെ വീട് സന്ദർശിക്കാൻ എത്തിയ പ്രിയങ്ക ഗാന്ധിക്ക് നേരെ കരിങ്കോടി പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടായി. പക്ഷേ കുടുംബവുമൊപ്പം ഏറെ സമയം ചെലവഴിച്ചാണ് പ്രിയങ്ക മടങ്ങിയതല്ലേ? വിനീത, കണ്ണൂരിൽ വിമാനമിറങ്ങിയ പ്രിയങ്ക രാധയുടെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് വെച്ച് കണിയാരത്ത് വെച്ചാണ് CPM പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്താൻ വൈകി ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ ഇടപെടുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. എന്നാൽ രാധയുടെ വീട്ടിലെത്തിയ പ്രിയങ്ക അരമണിക്കൂറിലേറെ സമയം അവിടെ ചെലവഴിച്ചു. രാധയുടെ ഭർത്താവുമായി മക്കളുമായി സംസാരിക്കുകയും അവരുടെ ആശങ്കകൾ കേൾക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. മറ്റു കുടുംബാംഗങ്ങളും അയൽവാസികളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. K. സുധാകരൻ ഉണ്ടായിരുന്നു, KC വേണുഗോപാൽ ഉണ്ടായിരുന്നു, സണ്ണി ജോസഫ്, T. സിദ്ദിഖ് തുടങ്ങിയ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ തന്നെ വീട്ടിലുണ്ടായിരുന്നു. അവരുമായി സംസാരിച്ചു. പ്രദേശവാസികൾ പ്രിയങ്ക ഗാന്ധിക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ഈ പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ്. പ്രത്യേകിച്ച് സമീപകാലത്തായി കൂടുതൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, കൃഷി നശിപ്പിക്കുന്നു, ആളുകളെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ വേണം. ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കണം, പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. പ്രദേശത്ത് മറ്റ് അടിസ്ഥാന വിഷയങ്ങളുണ്ട്. ഈ ട്രൈബൽ വാച്ചർമാരുടെ തസ്തികയിലേക്ക് ആദിവാസികളെ കൂടുതലായിട്ട് നിയമിക്കണം. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വാഹന സൗകര്യമില്ല തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ ഈ രാധയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായം നൽകണം, മകന് നൽകാമെന്ന് പറഞ്ഞ താൽക്കാലിക ജോലി അത് സ്ഥിരപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. എല്ലാ വിഷയങ്ങളിലും പ്രിയങ്ക ഗാന്ധി അനുഭാവപൂർവ്വമായ ഒരു നിലപാട് സ്വീകരിച്ചതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് NM വിജയന്റെ വീട് സന്ദർശിച്ച ശേഷം വയനാട് കളക്ടറേറ്റിൽ ഒരു യോഗമുണ്ട്. യോഗത്തിന് ശേഷം വിശദമായി വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് പ്രിയങ്ക ഗാന്ധി അറിയിച്ചിരിക്കുന്നത്. ശരി, എന്താണ് കാര്യങ്ങളിൽ അവരുടെ നിലപാടെന്ന് കൂടി നമുക്കറിയാം. ദീപക് മലയമ്മയുണ്ട്. ദീപക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ NM വിജയന്റെ വീട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ ഏറെ പ്രാധാന്യമുണ്ട്. അത് കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നത് തന്നെയായിരിക്കുമല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ എന്തായിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട് എന്നതും ശ്രദ്ധേയമാണ്. വിനിത, അല്പം മുൻപാണ് പ്രിയങ്ക ഗാന്ധി ഒപ്പം തന്നെ KC വേണുഗോപാൽ, T. സിദ്ദിഖ് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ NM വിജയന്റെ വസതിയിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് പോയിട്ടുള്ള ഒരു സംഭവമാണ് NM വിജയന്റെ മരണവും തുടർന്നുണ്ടായ കേസും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നീട് നേതാക്കൾ ഉൾപ്പെടെ ഈ വീട്ടിലേക്ക് എത്തുകയും NM വിജയന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും പ്രശ്നങ്ങൾ രമ്യമായി തീർത്തു എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് ഉൾപ്പെടെ എന്താണ് ഈ സംഭവം എന്നുള്ളത് സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണയുണ്ട്. നേരത്തെ തന്നെ 3 കത്തുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ തർജ്ജമ ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധിയെ വായിച്ചു കേൾപ്പിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് NM വിജയന്റെ മരണം സംഭവിച്ചിട്ടുള്ളതെന്നും NM വിജയൻ ആ കത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും ഒക്കെ ഉള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തമായ ധാരണ പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും അവരുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ നമ്മൾ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അല്പസമയത്തിനകം തന്നെ കളക്ടറേറ്റിൽ ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ കൂടി പങ്കെടുത്തതിന് ശേഷമായിരിക്കും പ്രിയങ്ക മാധ്യമങ്ങളെ കാണുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ചയായി തന്നെ വേണം ഈ ഒരു വിഷയത്തെ കാണാൻ. KPCC പല ഘട്ടങ്ങളിലായി ഇടപെട്ടുകൊണ്ട് അതിൽ പ്രത്യേക സമിതിയെ ഉൾപ്പെടെ നിയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയതാണ്. ആ നീക്കം ഏറെക്കുറെ ഫലം കാണുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് NM വിജയന്റെ മകൻ വിജേഷോ അല്ലെങ്കിൽ മരുമകളായിട്ടുള്ള പത്മജിയോ ഒന്നും തന്നെ മറ്റൊരു പ്രതികരണത്തിനൊന്നും മുതിരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലതാനും. ആദ്യഘട്ടത്തിൽ ഈ കത്തുകൾ KPCC പ്രസിഡന്റിനെ അഡ്രസ് ചെയ്ത് എഴുതിയത് പോലും അവിടേക്ക് എത്തിയിട്ടും ആ കാര്യത്തിൽ വേണ്ട തരത്തിലുള്ള കരുതലുകൾ ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം വലിയ രീതിയിൽ ഉയർന്നു വന്നതാണ്. അതിന് പിന്നാലെ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി ബത്തേരി MLA ഉൾപ്പെടെ കേസെടുക്കുകയും പിന്നീട് അറസ്റ്റ് നടപടികളിലേക്കും പോയതാണ്. ഇപ്പോൾ 3 അക്യൂസ്ഡും ബെയിലിൽ കഴിയുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഈ ഒരു ബന്ധുക്കളെ കണ്ടതിന് ശേഷം, NM വിജയന്റെ ബന്ധുക്കളെ കണ്ടതിന് ശേഷം എന്ത് പ്രതികരിക്കുമെന്നുള്ളതാണ് നമ്മൾ ഏവരും ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നത്. ദീപക് മലയമ്മയും സിനോജ് തോമസുമാണ് വിവരങ്ങൾ നൽകിയത്.